നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി വേറെ വൈദ്യനെയും ഫിസിയോതെറാപ്പിസ്റ്റിനൊന്നും തപ്പി പോണ്ട. എല്ലാത്തിനും പോകുന്ന ആള് അടുത്ത് തന്നെയുണ്ട്. പിന്നെ മാഡത്തോട് എനിക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. എന്താ അത്? കുട്ടികളെ അടുത്തുള്ളൊരു പാർക്കിൽ കൊണ്ടുപോയി ഔട്ട്ഡോർ ക്ലാസ് എടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അവരെ പഠിപ്പിച്ചാൽ അവർക്ക് അധികം പഠനഭാരമൊന്നും അനുഭവപ്പെടില്ല. അതിന് മാഡത്തിന്റെ അനുമതി ഉണ്ടാവുമോ? ഇത് നല്ലൊരു ആശയോ, നമുക്ക് പരിഗണിക്കാം. സ്കൂൾ വാനിന്റെ ഡ്രൈവറെ തന്നെ ഇതിന് നിയോഗിക്കാം. എന്നും കുട്ടികളെ വാനിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്ന രീതിയിലാക്കാം. താങ്ക് യു സോ മച്ച് മാഡം. എന്തായാലും ദേവികയുടെ ആശയങ്ങളെല്ലാം കൊള്ളാം. ഇതെല്ലാം പുരോഗമനപരവുമാണ്. ഇനി ഇതുപോലുള്ള ആശയങ്ങൾ ഉണ്ടാവട്ടെ. ഷുവർ മാം. എന്നാ ദേവിക ക്ലാസ്സിലേക്ക് ചെന്നോളൂ. ശരി മാം. ഓക്കെ. ടീച്ചർ, തൽക്കാലം ഞാൻ നിങ്ങൾക്ക് പാര വച്ചിട്ടില്ല. പക്ഷേ ഇതൊരു നല്ല ദിവസമായിട്ട് കണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രീതികളൊക്കെ മാറ്റി നേരായ മാർഗത്തിൽ വരണം. കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഗുരുനാഥയാവണം. അപ്പോ സിദ്ധാർത്ഥന്റെ അവസ്ഥ നീ കാണുന്നുണ്ടല്ലോ. അവന്റെ അസുഖം പൂർണ്ണമായും ഭേദമാവും വരെ ഒരു നിമിഷം പോലും അവനെ തനിയെ വിടാൻ പറ്റില്ല. ഊണിലും ഉറക്കത്തിലും ഒന്നും വേണ്ട, സദാസമയവും ഒരാൾ കൂടെ വേണം. എനിക്കും ജാനകിക്കും എപ്പോഴും അവന്റെ ഒപ്പം ഇരിക്കാനാവില്ലല്ലോ. പുറത്തുനിന്നൊരാളെ വിശ്വസിച്ച് ഈ ചുമതല ഏൽപ്പിക്കാനും പറ്റില്ല. അവർക്കൊക്കെ പണം കൊടുക്കാന്നല്ലാതെ ആത്മാർത്ഥമായ സേവനം ഒന്നും പ്രതീക്ഷിക്കണ്ട. എല്ലാം ഒരുതരം വഴിപാടായിരിക്കും. അതുകൊണ്ടാ ഞാനൊരു തീരുമാനം എടുത്തത്. അപ്പു ഇനി മുതൽ ഈ വീട്ടിലെ ജോലികൾ നോക്കണ്ട, സിദ്ധുവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇന്നു മുതൽ സിദ്ധുവിന്റെ കെയർ ടേക്കറാ അപ്പു. അപ്പു എന്തു പറയുന്നു? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. മഹാദേവ സാർ എന്ത് പറഞ്ഞാലും ഞാനത് കൃത്യമായിട്ട് ചെയ്യും. ഓ, സിദ്ധുവിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയോളാം. സിദ്ധുവിന് കൃത്യസമയത്ത് ആഹാരം കൊടുക്കണം, അവനോടൊപ്പം കളിക്കണം, ഇടയ്ക്കൊക്കെ പുറത്തൊന്ന് കൊണ്ടുപോകണം എന്ന് വേണ്ട. സിദ്ധുവിന്റെ ആവശ്യങ്ങൾ മുഴുവൻ ഇനി അപ്പു വേണം കണ്ടറിഞ്ഞ് പെരുമാറേണ്ടത്. സിദ്ധുവിന് ഒരു പരാതിയും വരുത്താത്ത രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചോളാം. അറിയാലോ അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അവന്റെ പിടിവാശി, അക്രമവും ബഹളവും ഒക്കെ മാറ്റിയെടുക്കാൻ അപ്പു പരമാവധി പ്രയത്നിക്കണം. ഞാൻ ശ്രമിക്കാം സാർ. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അപ്പുവിന്റെ സ്വഭാവം അനുസരിച്ച് അപ്പുവിനത് സാധിക്കും. അതുകൊണ്ടുകൂടിയാ ഞാൻ അപ്പുവിനെ സിദ്ധുവിന്റെ കെയർ ടേക്കർ ആക്കുന്നത്. അപ്പൊ മാമ, നമുക്ക് കളിക്കാൻ പോണ്ടേ? ഓണം വാ, നമുക്ക് പോവാം മാമ. കൊണ്ടുപോയിക്കോ. പോവാം. ഞാൻ അവിടെ വിളിക്കാം. അപ്പൊ അവനെ കണ്ടുപിടിക്കണേ. ബാ. മുത്തശ്ശി, ആഹാ, മോളായിരുന്നോ? വാ മോളെ. എങ്ങനെയുണ്ട് മുത്തശ്ശി, കാലൊക്കെ ഭേദമായോ? ഒന്നും പറയണ്ട മോളെ. മോള് തൈലം ഇട്ട് ഒഴിഞ്ഞിട്ട് പോയപ്പോ അല്പം ഭേദം ഉണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങി എഴുന്നേറ്റപ്പോ വീണ്ടും വേദന തുടങ്ങി. അതിന്റെ കൂടെ കൂനിന്മ കുരുവെന്ന് പറയും പോലെ രാവിലെ മുതലൊരു നെഞ്ചരിച്ചില്ല. അയ്യോ, എന്നിട്ടെന്താ, എല്ലാരും ചേർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് മരുന്നും ഗുളികയൊക്കെ തന്ന് പറഞ്ഞു വിട്ടു. അത് കഴിച്ചപ്പോഴേ കുറച്ച് ആശ്വാസമുണ്ട്.
പ്രായം 10-70 ആയില്ലേ, അതിൻ്റെതായൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഏയ് ആ മോളിരിക്കെ, ഞാൻ ചായ എടുക്കാൻ പറയാം. ഏയ് അതൊന്നും ഇപ്പൊ വേണ്ട. ദേ ഇത് കണ്ടോ, മുത്തശ്ശിയുടെ കാലിന്റെ വേദന മാറ്റാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ തൈലവാ. സ്പെഷ്യൽ തൈലോ? അതെ, ഇത് പുരട്ടിയാലേ വേദന വേഗം മാറും. ഞങ്ങൾക്കിത് അനുഭവം ഉള്ളതാ. ആണോ? ആണ് മുത്തശ്ശി. ഞാനിത് മുത്തശ്ശിയുടെ കാലിൽ പുരട്ടി തട്ടെ? ഉം. എങ്ങനെയുണ്ട്? ഒഴിയുമ്പോഴേ നല്ല സുഖമുണ്ട്. എന്നാലേ നമുക്ക് എഴുന്നേറ്റൊന്ന് നടന്നു നോക്കിയാലോ? ഞാൻ പിടിക്കാം. നടക്കണോ? മെല്ലെ മെല്ലെ ഇച്ചിരി നടന്നാലേ അസുഖം സുഖപ്പെടൂ. ഞാൻ പിടിക്കാം. അതൊന്നും വേണ്ട മോളെ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മോളെ അത് എഴുന്നേറ്റ് എഴുന്നേറ്റ് കാലെടുത്ത് താഴെ വെച്ച്. ഓ, വേണ്ട പതുക്കെ മോളെ. പതുക്കെ. ഞാനിവിടെ ഉണ്ടല്ലോ മുത്തശ്ശി. വാ, മുത്തശ്ശി ഇന്ന് നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ദേ പിടിച്ചേ. വാ. മോളെ കാല് ആ വേദന ഇതങ്ങ് മാറും. നടന്നേ പതുക്കെ. ആ പതുക്കെ പതുക്കെ പതുക്കെ. അങ്ങനെ നടക്ക്. മുത്തശ്ശി, നടക്കാൻ പ്രയാസമാണെങ്കിൽ ഈ എണ്ണയും തൈലവും ഒഴിവാക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിനെ വരുത്തി ചികിത്സിക്കാം. ഏയ് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ തൈലം പുരട്ടി കഴിഞ്ഞാൽ മതി, മുത്തശ്ശിയുടെ എല്ലാ വേദനയും മാറും. മുത്തശ്ശിക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ നല്ല ചൂടിയോടെ നടക്കും. ഞാനാ പറയുന്നത്. ഉറപ്പാണോ? ഉറപ്പ്. ഇതിന് ഞാൻ ഗ്യാരണ്ടി. നടക്കുമ്പോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കണം. അത് കഴിഞ്ഞ ആ പ്രയാസം അറിയേയില്ല. മുത്തശ്ശി നിർത്തണ്ട, നടന്നേ, ഒന്നും സംഭവിക്കില്ല. കോംപ്ലിക്കേറ്റ് ആക്കരുത്. ഒന്നും ഉണ്ടാവില്ല. മുത്തശ്ശി നടന്നേ. പതുക്കെ പതുക്കെ. ഒന്ന് നിർത്തിക്കാം. ഇനി തിരിഞ്ഞു പിടിച്ച. മോനെ, മോള് പറഞ്ഞ നേരാട്ടോ. ഇപ്പൊ വേദനയ്ക്ക് നല്ല കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേദന മാറൂന്ന്. ആ ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞത്. ഇപ്പൊ കുറച്ച് സമാധാനമായി. സാറിന്റെ ടെൻഷൻ മാറിയോ? മുത്തശ്ശിക്ക് ആശ്വാസമുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാനെന്തിനാ ടെൻഷനാവുന്നേ? തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മുത്തശ്ശി, ഇനി വേറെ വൈദ്യനെയും ഫിസിയോതെറാപ്പിസ്റ്റിനൊന്നും തപ്പി പോണ്ട. എല്ലാത്തിനും പോകുന്ന ആള് അടുത്ത് തന്നെയുണ്ട്. എന്നാ ട്രീറ്റ്മെന്റ് നടക്കട്ടെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി വേറെ വൈദ്യനെയും ഫിസിയോതെറാപ്പിസ്റ്റിനൊന്നും തപ്പി പോണ്ട. എല്ലാത്തിനും പോകുന്ന ആള് അടുത്ത് തന്നെയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.